Good morning, students. Graphing and maximum minima problems local maxima, local minima, അതുപോലെ point of inflection, concavity ഇതിന്റെയൊക്കെ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ലോക്കൽ മാക്സിമ അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ് പ്രോബ്ലംസ് നമ്മൾ നോക്കും. കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം അസിംപ്റ്റോഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അസിംപ്റ്റോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അസിംപ്റ്റോഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ അസിംപ്റ്റോഡ് എന്താ, ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് എന്താണ്, എങ്ങനെയാണ് വെർട്ടിക്കൽ അസിംപ്റ്റോഡ് കാണുക, ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഡെഫിനിഷനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. Let f of x is equal to x cube minus x. Find the linear approximation of f at x naught is equal to minus 1, 0, 1. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. 3 പോയിന്റാണ്, -1, 0, 1. ആ 3 പോയിന്റിൽ നമ്മളെ കൊണ്ട് ലീനിയർ അപ്രോക്സിമേഷൻ കാണാനാണ് പറയുന്നത്. നമുക്കറിയാം ലീനിയർ അപ്രോക്സിമേഷൻ എങ്ങനെ കാണാം. നമ്മൾ L of x is approximately equal to f of x plus f dash of x into x minus x naught അല്ലേ. f of x by f dash of x naught into f dash of x naught, I mean f of x naught വരും പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. അവിടെ എക്സ് നോട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അവിടെ എക്സ് നോട്ട് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഓരോന്നിനും എന്തുണ്ട്, എക്സ് നോട്ടിന് വാല്യൂസ് വന്നിട്ടുണ്ട്. -1 എന്നും 0 എന്നും 1 എന്നും. അപ്പോൾ എക്സ് നോട്ട് -1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് -1 ആണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക, 3x², ഐ മീൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് ആയിരുന്നു എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² -1 വരും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഫസ്റ്റ് എക്സ് നോട്ട് എന്താണെന്നുണ്ടെങ്കിൽ എന്താ -1. So 3 into -1 the whole square, -1, that is equal to 2. So f dash of -1 നമുക്ക് 2 ആയിട്ട് കിട്ടി. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് കൂടി കാണണം. ഫസ്റ്റ് ടൈം എഫ് ഓഫ് എക്സ് നോട്ട് ആണല്ലോ. സോ എക്സ് ക്യൂബ് -1ൻ്റെ അവിടെ എക്സിന് പകരം എന്ത് ചെയ്യാം, എക്സ് നോട്ടിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഈ കിട്ടിയ വാല്യൂസിന് എന്ത് ചെയ്താൽ മതി, എൽ ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആദ്യത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 + 2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറയുന്നത് -1. സോ എക്സ് മൈനസ് ഓഫ് -1. സോ നമുക്ക് എൽ ഓഫ് എക്സ് എന്താ കിട്ടുക, 2 ഇൻറ്റു എക്സ് + 1. ഓക്കെ, അടുത്തതും അതേപോലെ തന്നെ നമുക്ക് എക്സ് നോട്ടിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. എക്സ് നോട്ട് എത്ര തന്നിരിക്കുന്നു, 0 തന്നിരിക്കുന്നു. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് നോട്ടിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. സോ എഫ് ഓഫ് 0, ദാറ്റ് ഇസ് 0³ - 0 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x² - 1. അവിടെ എക്സിന് പകരം എക്സ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് 0 എന്നാണ് വരിക. എഫ് ഓഫ് 0 എന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് 0 ആണ്. സോ 3 into 0 the whole square -1, ആൻസർ -1 എന്ന് വരും. സോ എൽ ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0. സോ -1 ഇൻറ്റു എക്സ്, ആൻസർ -6 എന്ന് വരും. ഒരു പോയിന്റും കൂടി നമുക്ക് തന്നിട്ടുണ്ട്, എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട്. വീണ്ടും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് എക്സ് ആണ്. അപ്പോൾ എക്സ് നോട്ട്, എഫ് ഓഫ് എക്സ് നോട്ട് കാണുമ്പോൾ എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ വാല്യൂ 1 ആണ്. 1³ - 1, സോ 0 ആയിരിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താ വരിക, 3x² - 1. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 3 into 1² - 1, ആൻസർ 2 എന്ന് കിട്ടും. സോ എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരിക, 0 + 2 into x - 1, ദാറ്റ് ഇസ് എൽ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 2 into x - 1 എന്ന് മാത്രമായിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി പവർ ഔട്ട്പുട്ട് ഓഫ് എ ബാറ്ററി ഈസ് ഗിവൺ ബൈ P is equal to EI - RI², where EN, R പോസിറ്റീവ് കോൺസ്റ്റൻസ്. അപ്പോൾ ഇയും ആറും പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. ഒരു ബാറ്ററിയുടെ പവറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ P is equal to EI - RI² എന്നുള്ള രീതിയിലാണ് തന്നിരിക്കുന്നത്. I എന്ന് പറയുന്നത് കറണ്ടാണ്. സോ ഫോർ വിച്ച് കറണ്ട് I is the power P a local maximum? ജസ്റ്റിഫൈ യൂസിങ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ലോക്കൽ മാക്സിമം ആണ് നമ്മളെ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ലോക്കൽ മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് വേണം. ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ പോയിന്റ് കാണണമെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിനെ ഈക്വേറ്റ് ടു 0 ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, P = EI - RI²നെ അതിൻ്റെ P ഡാഷ് കാണാം. സോ P ഡാഷ് ഇസ് ഈക്വൽ ടു E - 2RI എന്ന് വരും. ഇനി ലോക്കൽ മാക്സിമം കാണണമെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, P ഡാഷിനെ ഈക്വേറ്റ് ടു 0 ചെയ്യാം. എന്നാലേ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുക. P ഡാഷിനെ ഈക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. സോ E - 2RI = 0.
So I will be equal to E by 2R. I will be equal to E by 2R. So Pi യുടെ വാല്യൂ കിട്ടി. Okay. So I equal to ER when I equal to E by 2R, the power P is a local maximum. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് E by 2R ആവുമ്പോഴാണ് കറണ്ട് എന്താവുക, ലോക്കൽ മാക്സിമം ആവുക. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് എ മാക്സിമം പവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയായിരിക്കും മാക്സിമം പവർ? അപ്പോൾ ലോക്കൽ മാക്സിമം ആണല്ലോ ഏറ്റവും മാക്സിമം വാല്യൂ ആയിട്ട് വരിക. സോ അവിടെ പവർ മാക്സിമം ആ പോയിന്റിലായിരിക്കും മാക്സിമം പവർ ഉണ്ടായിരിക്കുക. സോ P at I equal to E by 2R. അപ്പോൾ എവിടേക്ക് I ഉണ്ടോ അതിനൊക്കെ പകരം എന്ത് ചെയ്യാം, E by 2R നോക്കാം. സോ P equal to EI minus RI square, that is E into E by 2R minus R into E by 2R the whole square, that is E square by 2R minus R into E square by 4R square. So R വീതം സെക്കൻഡ് ടേമിൽ ക്യാൻസൽ ആയി പോയി. സോ E square by 2R minus E square by 4R ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം LCM എടുത്തിട്ട്. അപ്പോൾ 2E square minus E square by 4R എന്ന് വരും. 2E square minus E square എന്താ വരിക, E square by 4R. So maximum power ആവുന്നത് എപ്പോഴാണ്, I mean what is the maximum power? It is P equal to E square by 4R. അടുത്ത് നോക്കാം. A rock is thrown upward, attains a height of S is equal to 3 plus 40t minus 16t square feet in t seconds. Using the second derivative test, find the maximum height of the rock. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റോക്കിനെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അത് ടി എന്ന് പറയുന്ന സെക്കൻഡിൽ അറ്റൈൻ ചെയ്ത ഹൈറ്റാണ് എസ് ഈക്വൽ ടു 3 plus 40t square minus 40t minus 16t square. അപ്പോൾ അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എന്താണ് മാക്സിമം ഹൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദ റോക്ക്. സോ എസ് ഇസ് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ് എങ്ങനെയാണ് നോക്കുക. നമുക്ക് ഇതേപോലെ എസ് ഇസ് ഈക്വൽ ടു 3 plus 40t minus 16t square. എസ് ഡാഷ് വിൽ ബി ഈക്വൽ ടു 40 minus 32t. അതിന് ഈക്വേറ്റ് ടു 0 ചെയ്യുമ്പോൾ 40 minus 32t equal to 0. So t equal to 40 by 32. That implies t is equal to 5 by 4. Okay, t യുടെ വാല്യൂ 5 by 4 എന്നായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ t യുടെ വാല്യൂ എസ്സിൽ t, അപ്പം മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് t is equal to 5 by 4 എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിലാണ്. So the rock attains a maximum height at t is equal to 5 by 4 seconds. So s dash എന്ന് പറയുന്നത് എന്താ, minus 32 less than 0. minus 32 എന്ന് പറയുന്നത് less than 0 ആണ്. ശരിയല്ലേ? ഇനി നമ്മളെ കൊണ്ട് എന്താ ചോദിച്ചിരിക്കുന്നത്, എപ്പോഴാണ് മാക്സിമം ഹൈറ്റ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദ റോക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്താനുള്ള സമയം 5 by 4 seconds ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ടൈം 5 by 4 ആണ്. സോ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് അറ്റൈൻ ബൈ ദ റോക്ക്. അവിടെ നമുക്ക് ഡിസ്റ്റൻസിൽ ടിക്ക് പകരമൊക്കെ എന്ത് കൊടുക്കാം, 5 by 4 കൊടുക്കാം. സോ 3 plus 40 into 5 by 4 minus 60 into 5 by 4 the whole square. So 40 plus സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ 10 into 5 minus 25 എന്ന് വരും. 4 square 60, 16 വീതം ക്യാൻസൽ ആയി പോയി 25 എന്ന് മാത്രമേ വരുള്ളൂ. So 53 minus 25 ചെയ്യുമ്പോൾ 28 feet ആണ് വരിക. So it is the maximum height attained by the rock. Consider the function f of x is equal to x by 1 minus x. Identify the vertical and horizontal asymptote. നേരത്തെ പറഞ്ഞ ഓർക്കുണ്ടാവുമെന്ന് വിചാരിക്കണം. വെർട്ടിക്കൽ അസിംപ്റ്റോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്താൽ മതി, ഇക്വേറ്റ് ടു 0. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാണ്ടാവുന്നത് എപ്പോഴാണോ. അപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാണ്ടാവുക പറയുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണല്ലോ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാണ്ടാവുക. അപ്പോൾ ഡിനോമിനേറ്ററിനെ ഇക്വേറ്റ് ടു 0 കൊടുക്കുമ്പോൾ വാട്ട് എവർ ദ വാല്യൂ വി ഗെറ്റ് ഫോർ എക്സ്, അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോഡായിട്ട് പറയും. ഇനി ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് കാണാൻ എങ്ങനെയാണ്, ദ ഹോൾ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. ഓക്കെ, ഹോൾ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എന്താണോ ആൻസറായി കിട്ടുന്നത് അതായിരിക്കും ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ്. ഓക്കെ, നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 minus x ആണ്. വെർട്ടിക്കൽ അസിംപ്റ്റോഡ് പറയുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. The function tends to infinity when the denominator tends to 0. ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് എത്തുക, ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക്, ഐ മീൻ ഡിനോമിനേറ്റർ 0ലേക്ക് ആകുമ്പോൾ. അപ്പോൾ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാം, 0നോട് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 1 minus x is equal to 0. ദാറ്റ് ഇംപ്ലൈസ് x is equal to 1. The vertical asymptote of the line x is equal to 1 for the function f of x is equal to x by 1 minus x. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 minus x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വെർട്ടിക്കൽ അസിംപ്റ്റോഡാണ് എന്താ, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനി എന്തും കൂടി കാണണം, ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡും കൂടി കാണണം.
സോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് കിട്ടണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എക്സ് ബൈ 1 മൈനസ് എക്സ് എന്ന് കിട്ടും. അവിടെ നിന്ന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എക്സ് ബൈ ഡിനോമിനേറ്ററിൽ 2 ടേം 1 മൈനസ് എക്സിൽ നിന്നും ഒരു എക്സ് കോമൺ ആയി എടുക്കുന്നു. 1ൽ നിന്നും എക്സിനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ എന്താ ചെയ്താൽ 1 ബൈ എക്സ് എഴുതും. മൈനസ് എക്സിൽ നിന്നും എക്സിനെ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ചെയ്താൽ 1 എന്നാണ് എഴുതുക. സോ എക്സ് കോമൺ ആയി എടുത്തപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? ന്യൂമറേറ്ററിൽ ഓൾറെഡി എക്സ് ഉണ്ട്. ഡിനോമിനേറ്ററിലെ 2 ടേമിൽ നിന്നും ഒരു എക്സ് കോമൺ ആയി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 ബൈ എക്സ് മൈനസ് 1. സോ എക്സ് വീതം ക്യാൻസലായി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി 1 ബൈ എക്സ് മൈനസ് 1. അവിടെ എക്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1 ബൈ ഇൻഫിനിറ്റി is 0 മൈനസ് 1 is മൈനസ് 1. സോ 1 by infinity minus 1. So 1 by 0 minus 1, that is 1 by minus 1. The answer is minus 1. The line y equal to minus 1 is the horizontal asymptote for the function x is equal to 1 minus, for the function f of x is equal to x by 1 minus x. Okay. Describe the behavior of the given function near its vertical and horizontal asymptote. അപ്പോൾ ഹൊറിസോണ്ടൽ അസിംപ്റ്റോണിൻ്റെയും വെർട്ടിക്കൽ അസിംപ്റ്റോണിൻ്റെയും അടുത്ത് ആ ഫംഗ്ഷൻ്റെ ബിഹേവിയർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷൻ ആകുമ്പോൾ മാത്രമാണ് അങ്ങനെ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ റാഷണൽ ഫംഗ്ഷനാണ്. ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് റേസ് ടു എൻ ബൈ ബി ഇൻറ്റു എക്സ് റേസ് ടു എം, where n is the degree of the numerator and m is the degree of the denominator. m denominator ഡിഗ്രിയും n എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രിയും. ദാറ്റ് ഈസ് നമുക്കൊരു റാഷണൽ ഫംഗ്ഷൻ തന്നിരിക്കുന്നു. അതിൽ മുകളിലും താഴെയും പോളിനോമിയലാണ്. ന്യൂമറേറ്ററും പോളിനോമിയലാണ്, ഡിനോമിനേറ്ററും പോളിനോമിയലാണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുക, അതിനെ n ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുക, അതിനെ m ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇഫ് n is less than m, ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രീനെക്കാട്ടിലും കുറവാണെങ്കിൽ then the x-axis, that is y equal to 0, is the horizontal asymptote. If n is equal to m, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഒരേ ഡിഗ്രി ആണെങ്കിൽ then the horizontal asymptote is the line y equal to a by b. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് എന്ന് പറയുമ്പോൾ ഒരു ലൈനായിരിക്കും y equal to a by b എന്നുള്ള ഫോമിൽ. ഇനി ഇഫ് n is greater than m, that is ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി വലുതും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ചെറുതുമാണെങ്കിൽ then there is no horizontal asymptote, that is there is an oblique asymptote. അപ്പോൾ n ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ചെറുതും ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി വലുതും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ചെറുതുമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ നോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് എന്ന് പറയാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ 2 പ്രോബ്ലം നോക്കാനായിട്ട് പോണത്. So f of x is equal to x by x cube plus 1. The above function is not defined at x is equal to minus 1. ശരിയല്ലേ? ഡിനോമിനേറ്റർ എന്താ? എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആയാൽ മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാണ്ടാവുക. സോ ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ഡിഫൈൻഡ് അല്ലാണ്ടാവുന്നത് ഡിനോമിനേറ്ററിൽ എക്സിന് പകരം എന്ത് കൊടുക്കുമ്പോഴാണ്? -1 കൊടുക്കുമ്പോൾ മാത്രമാണ്. സോ എക്സിന് പകരം എക്സ് ഇസ് ഈക്വൽ ടു -1 ആണെന്ന് മനസ്സിലായി. സോ ഫോർ എക്സ് നിയർ -1 നമ്മൾ 2 കേസായി കൺസിഡർ ചെയ്യണം. -1ൻ്റെ അടുത്ത് വരുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ -1 ഓർ ലെസ് ദാൻ -1. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ എടുക്കുന്നത് വെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ -1, എക്സിൻ്റെ വാല്യൂ -1നെക്കാട്ടിലും വലുതാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? സ്മോൾ ആൻഡ് പോസിറ്റീവ്. എക്സ് ക്യൂബ് പ്ലസ് 1 വിൽ ബി സ്മോൾ ആൻഡ് പോസിറ്റീവ് ആൻഡ് സോ. അപ്പോൾ ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് സ്മോളും പോസിറ്റീവ് ആണോ വെൻ when the denominator അല്ലെങ്കിൽ when the x is greater than -1. x greater than -1 ആയപ്പോൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് സ്മോളും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ആയിരിക്കും. ലാർജർ നെഗറ്റീവ് ആയിരിക്കും. വാല്യൂ ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും, നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കിട്ടും. ഇനി ഫോർ എക്സ് നിയർ -1, that is when x is less than -1, എക്സ് ക്യൂബ് പ്ലസ് 1 is small and is negative. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 എന്തായിരിക്കും? സ്മോളും ആണ് നെഗറ്റീവും ആണ്. ആൻഡ് സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് ലാർജ് ആൻഡ് പോസിറ്റീവ്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് സ്മോളും നെഗറ്റീവ് ആയാൽ വെൻ എക്സ് ലെസ് ദാൻ -1 സ്മോളും നെഗറ്റീവ് ആയെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജ് പോസിറ്റീവ് ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ വാല്യൂസ് നിങ്ങൾ ആ എഫ് ഓഫ് എക്സിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, ഇപ്പോൾ പറഞ്ഞ പോലത്തെ ആൻസർ ആയിരിക്കും കിട്ടുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ അസിംപ്റ്റോഡ് എന്താണെന്ന് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു -1ലാണ്.
വെർട്ടിക്കൽ അസിംപ്റ്റോഡ് ഉള്ളത്. ഇനി അടുത്തത് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ഇസ് എ റാഷണൽ ഫംഗ്ഷൻ. ദ ഡിഗ്രി ഓഫ് ദ ന്യൂമറേറ്റർ ഇസ് 1 and the degree of denominator is 3. That is n is less than m. 1 is less than 3 അല്ലേ? അപ്പോൾ n is less than m. n less than m ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? y equal to 0 ആയിരിക്കും ഹൊറിസോണ്ടൽ അസിംപ്റ്റോഡ് ആയിട്ട് വരിക. ഒരു ക്വസ്റ്റ്യനും കൂടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ ആൻസർ നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിനോമിനേറ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ മൈനസ് 1. സോ എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ പോസിറ്റീവ് 1 ആൻഡ് നെഗറ്റീവ് 1 എന്ന് പറയാം. ഓക്കെ, എക്സ് ക്യാൻ ടേക്ക് ദ വാല്യൂ പോസിറ്റീവ് 1 ആൻഡ് നെഗറ്റീവ് 1 എന്ന് പറയാം. പക്ഷേ അത് ചിലപ്പോൾ ചില കേസസിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. എഫ് ഓഫ് എക്സിനെ എക്സ് ക്യൂ പ്ലസ് 1 എങ്ങനെ എഴുതാം? എ ക്യൂ പ്ലസ് ബി ക്യൂ പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. സോ അതുപോലെ എക്സ് പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എഴുതുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. അതുപോലെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. സോ പോസിറ്റീവ് നെഗറ്റീവ് എക്സ് പ്ലസ് 1 വീതം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി റെഡ്യൂസ് ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം? ദ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. സോ അങ്ങനെയാകുമ്പോൾ എക്സ് ഫോർ എക്സ് നിയർ 1 ദാറ്റ് ഇസ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1 x square minus 1 is small and positive, and so f of x is large and positive. For x near 1 and x less than x less than 1, x square minus 1 is small and positive, and so f of x is large and negative. Thus the line x is equal to 1 is called a vertical, a horizontal. Avada horizontal aanu vara. Okay, avada vertical asymptote. Thus the line x is equal to 1 is called the vertical asymptote of the given function f of x is equal to x cube plus 1 by x square minus 1. അപ്പോൾ vertical asymptote എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു? x is equal to 1 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏതും കൂടി കാണണം? ഹൊറിസോണ്ടൽ asymptote കാണണം. അതിന് വേണ്ടിയിട്ട് നോക്കുക. ദ ഗിവൺ ഫംഗ്ഷൻ ഇസ് എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. റാഷണൽ ഫംഗ്ഷൻ ആണ്. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 3ഉം ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി 2ഉം. ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 3 വിച്ച് ഇസ് ക്യാൻ ബി ടേക്കൺ ആസ് n, ആൻഡ് ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി എത്രയാ? 2 ആണ്. അതിനെ m ആയിട്ടും ചൂസ് ചെയ്യാം, n-ഉം m-ഉം. ഇവിടെ നോക്കൂ, 3 is greater than 2, ദാറ്റ് ഇസ് m is greater than 1. m greater than n ആണെങ്കിൽ എന്താ വരിക? m greater than n ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? there is no horizontal asymptote. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. നമ്മൾ ഇന്നത്തെ മോഡ്യൂൾ നിർത്തുകയാണ്. അടുത്ത ദിവസത്തെ മോഡ്യൂളിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.